ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. തിരുവചനം എന്ന ഈ പരിപാടിയിൽ ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ തോമസ് ഡാനിയൽ മാറ്റാമ്പുറം, തൃശൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. ദൈവതിരുനാമത്തിന് മഹത്വം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 46-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഹോരകപുത്രന്മാരാൽ രചിക്കപ്പെട്ട അനുഗ്രഹീതമായ സങ്കീർത്തനം ഹിസ്കിയ രാജാവിൻ്റെ കാലത്ത് സെൻഖരീബ് യെരൂശലേം നിരോധിച്ച കാലത്ത് എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുകയാണ്. സഭാചരിത്രത്തിൻ്റെ വിഷമ കാലഘട്ടങ്ങളിൽ ഈ സങ്കീർത്തനം പാടി വിശുദ്ധന്മാർ ധൈര്യം ആർജിച്ചു എന്നുള്ളത് ചരിത്രത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മാർട്ടിൻ ലൂതർ തൻ്റെ ജീവിതത്തിൽ നിരുത്സാഹജനകമായ വാർത്തകൾ കേൾക്കുമ്പോൾ സ്നേഹിതന്മാരെ വിളിച്ചുകൂട്ടി അവരോട് പറയുമായിരുന്നു, വരുവിൻ നമുക്ക് 46-ാം സങ്കീർത്തനം പാടാമെന്ന്. മരണാസന്നനായ ജോൺ വെസ്ലി തൻ്റെ രോഗശയ്യക്കരിയിൽ നിന്നവരോട് ദൈവം നമ്മോട് കൂടെയുള്ളതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് ആവർത്തിച്ച് പറയുകയുണ്ടായി. ലോകത്തിൽ എന്ത് സംഭവിച്ചാലും ദൈവത്തിൻ്റെ ജനം സന്തോഷമുള്ളവരും സുരക്ഷിതരുമാണ് എന്നുള്ളതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ രത്നച്ചുരുക്കം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണ്. ഭക്തന്മാരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അവർക്കെല്ലാം പറയാൻ കഴിയുന്ന അനുഗ്രഹീതമായ ഒരു കാര്യമാണത്. ദാവീദ് ദൈവത്തെക്കുറിച്ച് ദൈവം എൻ്റെ സങ്കേതമാണ് എന്നുള്ള കാര്യം ഓർപ്പിക്കുമ്പോൾ, തൻ്റെ സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദൈവം തന്നെ വിടുവിച്ചപ്പോൾ താൻ ദൈവത്തിന് പാടി സ്തോത്രം ചെയ്യുമ്പോൾ 2 ശമൂവേൽ 22-ന്റെ 2-3 വാക്യങ്ങളിൽ വായിക്കാൻ കഴിയുന്നത്, യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനുമാകുന്നു, ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നാണ്. ജീവിതത്തിൽ ഒത്തിരി പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളുടെയും നാളുകളിലൂടെ താൻ കടന്നുപോയി. എന്നാൽ തൻ്റെ ജീവിതത്തിൽ തനിക്ക് പറയാൻ കഴിയുന്നൊരു കാര്യം, ഈ ദൈവം എൻ്റെ സങ്കേതമാണ്, അവൻ എൻ്റെ ബലമാണ് എന്നുള്ളതാണ്. ഭക്തന്മാരുടെ ജീവിത ചരിത്രം പരിശോധിച്ചാൽ അവർക്കെല്ലാം ചേർന്ന് പറയാൻ കഴിയുന്ന കാര്യം അതുതന്നെയാണ്. 73-ാം സങ്കീർത്തനത്തിൽ 28-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, എന്നാൽ ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്, നിൻ്റെ സകല പ്രവൃത്തികളെയും വർണ്ണിക്കേണ്ടതിന് ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതമാക്കിയിരിക്കുന്നു. ഭക്തൻ്റെ തീരുമാനവും ധൈര്യവുമാണ് അവിടെ വായിക്കാൻ കഴിയുന്നത്. ഞാൻ യഹോവയായ കർത്താവിനെ എൻ്റെ സങ്കേതം ആക്കിയിരിക്കുന്നു. ദാവീദ് തന്നെ മറ്റൊരു ഭാഗത്ത് പറയാൻ ഇടയായി തീർന്നത്, ഞാൻ പലർക്കും ഒരത്ഭുതമായിരിക്കുന്നു, നീ എൻ്റെ ബലമുള്ള സങ്കേതമാകുന്നു എന്നാണ്. തൻ്റെ ജീവിതം പലർക്കും ഒരത്ഭുതമാണ്. കാരണം ദൈവം എൻ്റെ സങ്കേതമെന്നാണ് താൻ പറയാനായിട്ടിടയായി തീർന്നത്. തൻ്റെ സഹോദരൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ മോശ 90-ാം സങ്കീർത്തനം എഴുതുമ്പോൾ ദൈവത്തെക്കുറിച്ച് താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. തലമുറ തലമുറയായി സങ്കേതമായിരിക്കുന്ന ദൈവം. 91-ാം സങ്കീർത്തനത്തിൽ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കപ്പെട്ട ഭക്തന് പറയാൻ കഴിയുന്നത്, അവൻ യഹോവയെക്കുറിച്ച്, അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ ചിറകിൻ്റെ മറവിൽ മറയ്ക്കപ്പെട്ട ഒരു ഭക്തൻ ദൈവത്തെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും എന്നാണ്. 2, നാം വായിച്ച വേദഭാഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന യാഥാർത്ഥ്യം, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ് എന്നാണ്. കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. പുറപ്പാട് പുസ്തകം 18:4 മോശ പറയുന്നത്,
എൻ്റെ പിതാവിൻ്റെ ദൈവം എനിക്ക് തുണയായി എന്നെ ഫറവോൻ്റെ വാളിങ്കൽ നിന്ന് രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ മകന് എലിയേസർ എന്ന് പേരിട്ടു എന്നാണ്. ശത്രുക്കളുടെ നേരെ ദൈവം അവന് തുണയായിരിക്കണമേ എന്ന് ദിനവൃത്താന്ത പുസ്തകത്തിൽ ഭക്തന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വാക്കുകളെ ശ്രദ്ധിക്കാനായിട്ട് കഴിയും. ദൈവം തൻ്റെ ഭക്തന്മാർക്ക് കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. ഒരുപക്ഷെ നാം പ്രതീക്ഷിക്കുന്നവരും നാം ചിന്തിക്കുന്നവരും നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളിൽ നമുക്ക് തുണ നിന്നില്ല എന്ന് വന്നേക്കാം. എന്നാൽ ദൈവം നമുക്ക് തുണയായി, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നമ്മോട് കൂടെ ഇരിക്കുന്നവനാണ്. തിമോഥെയോസിൻ്റെ പുസ്തകം 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ഒരു സങ്കടം താൻ അവിടെ രേഖപ്പെടുത്തുന്നു. എൻ്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. എന്നാൽ തൻ്റെ ധൈര്യം താൻ അവിടെ പറയുന്നത്, കർത്താവ് എനിക്ക് തുണ നിന്നു, എന്നെക്കൊണ്ട് ശുശ്രൂഷ നിവർത്തിപ്പിച്ചു എന്നാണ്. എബ്രായ ലേഖനം 13-5-6 വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ഭക്തൻ പറയുന്നത്, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് സാഹചര്യത്തിലും, കഷ്ടങ്ങളുടെ നടുവിൽ, പ്രതിസന്ധികളുടെ നടുവിൽ, പ്രതികൂലങ്ങളുടെ നടുവിൽ നമുക്ക് സങ്കേതമായി, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി നിൽക്കുന്ന, നമ്മോട് കൂടെയിരിക്കുന്ന കർത്താവിൽ ആശ്രയിച്ച് ഈ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.